നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനും തിരിച്ചടി. പകർപ്പവകാശ ലംഘനത്തിൽ നടൻ ധനുഷിന്റെ ഹർജി നിലനിൽക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഹർജി തള്ളി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഓഫീസ് മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിലല്ലെന്നായിരുന്നു വാദം. ധനുഷിന്റെ ഹർജി ഫെബ്രുവരി 5-ന് പരിഗണിക്കും. എ പി നദീർ നൽകും വിവരങ്ങൾ. എ പി നദീറ, പകർപ്പവകാശ നിയമമാണ്, അതനുസരിച്ചുകൊണ്ടുള്ള നടപടികളിൽ ഇപ്പോൾ തിരിച്ചടി നേരിടുകയാണോ നെറ്റ്ഫ്ലിക്സിനും നയൻതാരയ്ക്കും? നേരത്തെ നമുക്കറിയാം, ധനുഷ് നയൻതാരയ്ക്കെതിരെയും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യക്കെതിരെയും നൽകിയ ഒരു ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഇത് വന്ന ഉടനെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ഇത് പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. ആ ഹർജിയിൽ വാദം കേട്ടാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ധനുഷിന്റെ ഹർജി നിലനിൽക്കും. പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യക്കും നയൻതാരയ്ക്കുമെതിരെ വിഘ്നേഷ് ശിവനുമെതിരെ നൽകിയ ഹർജി നിലനിൽക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ബിയോണ്ട് ദി ഫാരി ടെയിൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്കെതിരെയായിരുന്നു, നയൻതാരയുടെ ഡോക്യുമെന്ററിക്കെതിരെയായിരുന്നു ധനുഷ് രംഗത്ത് വന്നത്. തൻ്റെ ചിത്രത്തിലുള്ള നാനും റൗഡിദാൻ എന്ന സിനിമയിലെ ഏതാനും ചില സെക്കൻഡ് ദൃശ്യങ്ങൾ ഇതിൽ തൻ്റെ അനുവാദമില്ലാതെ ഉപയോഗിച്ചുവെന്നായിരുന്നു ധനുഷിൻ്റെ വാദം. ഇതിനായി 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധനുഷ് സൂട്ട് ഫയൽ ചെയ്തത്. ഇത് ഫയൽ ചെയ്ത ഉടനെയായിരുന്നു ഇതിനെതിരെ ഇവരെല്ലാം രംഗത്ത് വന്നത്. പക്ഷേ 1 മാസത്തോളം വാദം കേട്ട കോടതി ഇപ്പോൾ ധനുഷിന് അനുകൂലമായി വിധി പറഞ്ഞിരിക്കുകയാണ്. ധനുഷിൻ്റെ പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി തള്ളാനാവില്ല, അത് പരിഗണിക്കുക തന്നെ ചെയ്യും. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ പ്രധാനമായും വാദിച്ചത് ഈ കേസ് ഹർജി ഫയൽ ചെയ്യാൻ ധനുഷ് സമീപിച്ച കോടതി മദ്രാസ് ഹൈക്കോടതിയാണ്. ഈ കേസ് ഈ കോടതിയുടെ പരിധിയിൽ വരുന്നതല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പുവെക്കലും എല്ലാം നടന്നത് മുംബൈയിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കാൻ മദ്രാസ് ഹൈക്കോടതിക്ക് ആവില്ല എന്നായിരുന്നു നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ വാദം. ആ വാദങ്ങളെല്ലാം കോടതി തള്ളിയിരിക്കുകയാണ്. ധനുഷിന് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നു. ഇനി ധനുഷിൻ്റെ കേസ് ഫെബ്രുവരി 5 മുതൽ പുതിയ കേസായി പരിഗണിച്ചു തുടങ്ങും. അപ്പോൾ മുതൽ കക്ഷികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എതിർവാദങ്ങൾ ഉന്നയിക്കാനാകും. ധനുഷ് നൽകിയ കേസിൽ നയൻതാരയും അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുമാണ് എതിർ കക്ഷികളായിട്ടുള്ളത്. അവർക്കെല്ലാം നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നയൻതാരയും നെറ്റ്ഫ്ലിക്സിനെയും സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, എ പി നദീറയാണ് വിവരങ്ങൾ നൽകിയത്. പകർപ്പവകാശ ലംഘനത്തിൽ ഹർജി നിലനിൽക്കുമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്.